ഇതുപോലുള്ള കളർ ഐസൊലേഷൻ എഫക്റ്റ് എങ്ങനെ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കളർ ഐസൊലേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിപ്പിലുള്ള ഏതെങ്കിലും ഒരു കളർ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറുന്ന ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ കളർ ഐസൊലേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് ഈ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ക്യാപ്കട്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടൈം ലൈനിലേക്ക് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ HSL എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഡോമിനേറ്റ് ആയിട്ട് കാണിക്കേണ്ടത് ഈ ഒരു ബ്ലൂ കളറാണ്. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ബാക്കിയുള്ള എല്ലാ കളേഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ ഓരോന്നായിട്ട് മിനിമം ആക്കി കൊടുക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ, ഓരോ കളേഴ്സിൻ്റെയും സാച്ചുറേഷൻ ഞാൻ മിനിമം ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു കളർ ഐസൊലേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്യാപ്കട്ടിൽ കളർ ഐസൊലേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.